പാലും പഴവും കൈകളിലേന്തി. അങ്ങനെയൊന്നുമില്ല. പഴം എടുക്ക്. ആക്ടർ ആവണോന്നോ ആക്ട്രസ് ആവണോന്നോ ഒന്നും വിചാരിച്ചിട്ട് വന്നല്ല, യാദൃശികമായിട്ട് നടന്ന ഒരു സംഭവം എന്റെ ലൈഫിൽ. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരതാ. ജോണിയാ? ജോണി. ഇതിപ്പോ നമ്മളിനി ജോണി പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങള് നല്ല കണക്ഷനായി. എനിക്ക് തോന്നുന്നു ഒരു 1-2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് നമ്മള് വീട്ടില് കണ്ണാടിയിൽ നോക്കി നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. നീ കഴിച്ചിട്ടേ ഞാൻ കഴിക്കൂ. വിശപ്പില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ ഇത്തിരി മീൻ ചാറ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാ. പിന്നെ എക്സ്ട്രോവേർട്ടിന്റെ ഇൻട്രോവേർട്ടിന്റെ ഇടയ്ക്കുള്ള എന്ത് പാട്ടാ? പ്രേമം മൂവിയില് ഇങ്ങനെ ടീച്ചറിനെ സ്നേഹിക്കുന്ന അങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വേറൊരു പ്രണയ സ്റ്റോറി പറയുന്നുണ്ട്. നമുക്ക് എപ്പോഴും അച്ചുവിന്റെ അമ്മയിലത്തെ ഉർവശി ചേച്ചി, മീര ചേച്ചി, അതാണ് ഒരു അമ്മ വൈബ് കോം. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. Like പാലും പഴവും. If you get the right partner in life, a person who respect each other, അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം കഴിക്കണം. ഞാൻ ഡിസൈഡ് ചെയ്തു that okay, now I'm mentally prepared to do movies after that break. അപ്പം then I wanted, അപ്പം കുറച്ച് പേര് സജസ്റ്റ് ചെയ്തു you should like start this. പക്ഷെ അപ്പോഴും ഞാൻ അങ്ങനെ വല്ലവരും പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ലൈഫിൽ. വേറൊരു വ്യക്തി പറഞ്ഞതും ഞാൻ കേൾക്കുന്ന ഒരാളല്ല. We are not here to judge anyone. We are here to live our own lives as long as we don't hurt anyone or സിനിമ എന്നത് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ, ക്യാരക്ടേഴ്സ്, പ്ലക്ക് ദ ക്യാരക്ടേഴ്സ്. അതിന് നല്ലത് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോളൂ അല്ലേ? ഇറ്റ്സ് നോട്ട് ഫോർ ദാറ്റ്. ഷുഡ് ബി ആൻ ഇൻഫ്ലുവൻസ് ടു പീപ്പിൾ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ മീര ചേച്ചി. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം നമസ്കാരം നമസ്കാരം. വൈറ്റ് ഹോംസ് ഓഫ് പ്രസൻസ് ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് പാലും പഴവും എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട, ഒരു കാലത്ത് നമ്മളെല്ലാവരും ഈ ഒരു നടിയുടെ ബിഗ് ഫാനാണ്. ഇപ്പോഴും അതെ, ഞാനും ആളുടെ ഒരു ബിഗ് ഫാനാണ്. നമ്മുടെ സ്വന്തം മീര ജാസ്മി and director VKP and Shanti ma'am and Ashwin ചേട്ടൻ. ഹലോ, നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. സോ പാലും പഴവും, ഇതിന്റെ ക്യാപ്റ്റനോട് തന്നെ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വൈ യു ചൂസ് ഈ ഒരു ടൈറ്റിൽ? പാലും പഴവും തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര കാച്ചിങ് ആയിട്ടുള്ള ടൈറ്റിൽ ആണ്. അത് ഇടാൻ കാരണം എന്താണ്? അതായത് പാലും പഴവും എന്ന് പറയുന്നത് ഡിവൈൻ ആണ്. ഇറ്റ് ഇസ് എ റിച്വൽ. ഇപ്പോൾ പല വെഡിങ്സിലും പാലും പഴവും കൊടുക്കും. അത് ജീവിതകാലം മുഴുവൻ ഒന്ന് ചിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഡിവൈൻ റിച്വൽ ആണത്. അപ്പം അങ്ങനെയുള്ള റിച്വലിൽ ചെറിയൊരു പ്രായ വ്യത്യാസം വരുമ്പോൾ എന്താവും? അത് ചേരുമോ? അതിൽ മധുരം ഉണ്ടാവുമോ? അതിൽ കയ്പുണ്ടാവുമോ? അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ആ സിനിമയുടെ കഥ അനുസരിച്ചിട്ടാണ് പാലും പഴവും കിട്ടുന്നത്. ഓക്കെ. ആൻഡ് മീര ചേച്ചി, അശ്വിൻ ചേട്ടൻ, ശാന്തി മാം, ഇവരെയൊക്കെ ചൂസ് ചെയ്യാൻ ഈ ഒരു ഈ പാലും പഴവും എന്ന മൂവിയിൽ ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഹുക്കിംഗ് പോയിന്റ് എന്തായിരുന്നു? സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന മുഖങ്ങളെ നമ്മൾ കാസ്റ്റ് ചെയ്യും. അങ്ങനെ തെളിഞ്ഞു വന്ന മുഖങ്ങളാണ് ഇവരൊക്കെ. ആൻഡ് ശാന്തി മാം, ഇപ്പം എനിക്ക് ട്രെയിലറിൽ കണ്ടപ്പോൾ നിങ്ങൾ ഒരു അമ്മ മകൾ ആ ഒരു ബോണ്ടിങ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവരുടെ മനസ്സിൽ ഒരു അമ്മ മോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് ഉർവശി ചേച്ചിയും മീര ചേച്ചിയുടെ അച്ഛൻ്റെ അമ്മയാണ് അല്ലെ? അങ്ങനത്തെ ഒരു വൈബ് നമുക്ക്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും അല്ല എല്ലാവരുടെ മനസ്സിൽ അതിന് ശേഷം ഒരുപാട് അങ്ങനത്തെ ഒരു കോമ്പോസ് ഇറങ്ങിയാലും നമുക്ക് എപ്പോഴും അച്ഛൻ്റെ അമ്മയിലത്തെ ഉർവശി ചേച്ചി, മീര ചേച്ചി, അതാണ് ഒരു അമ്മ വൈബ് കോം. അപ്പൊ അതിനെ കടത്തി വെല്ലുന്ന ഒരു കഥാപാത്രമാണോ? കമ്പയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഈച്ച് ആർട്ടിസ്റ്റ് ഹാവ് ദെയർ ഓൺ, അവരുടെ ഒരു വൈബ് ഉണ്ടാവും. ഇപ്പോ ഉർവശി ഹാസ് ഡൺ ഇറ്റ് വിത്ത് മീര ഇതിനു മുമ്പ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് മീരയുടെ കൂടെ വർക്ക് ചെയ്യുന്നതും VKPയുടെ കൂടെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നതും. സോ ആദ്യത്തെ ദിവസം വന്നപ്പോ എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ഏത് സെറ്റിൽ പോവുകയാണെങ്കിലും ഒരു പ്രീ നോഷൻ ഇല്ല. അതായത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും ജഡ്ജ് ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ആ സെറ്റിൽ പോകുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി അപ്പോൾ നമ്മൾ വൈബ് എങ്ങനെ ചെയ്യുന്നു അതിന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കെമിസ്ട്രി വെച്ചിട്ടാണ് ആ പടം വർക്കൗട്ട് ആവുന്നത് തന്നെ. സോ ഞാൻ ആദ്യം മീരനെ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, മേ ബി വളരെ സീരിയസ് ടൈപ്പ് ഒരു കുട്ടിയാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന്. പക്ഷെ കണ്ട വഴി അവള് വന്ന് എൻ്റെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ചു, ഞാനും കെട്ടിപ്പിടിച്ചു. ഇറ്റ് സംഹൗ അപ്പൊ തൊട്ടേ ഒരു ബോണ്ടിങ് പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹാസ് വർക്ക്ഡ് ഔട്ട്. അത് ഡയറക്ടറുടെ അടുത്ത് തന്നെ ചോദിക്കണം. ഞങ്ങൾക്ക് ഇറ്റ് വാസ് റിയലി നൈസ്. ശരിക്കും വർക്കായി. ബിക്കോസ് സി അത് സ്റ്റോറി ഡിഫറെൻ്റ് ആണ്, എല്ലാം സ്ക്രിപ്റ്റും ക്യാരക്ടറൈസേഷനും ഒക്കെ ഡിഫറെൻറ്റ്. ഇത് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറൈസേഷൻ. ആൻഡ് ദിസ് ഇസ് actor Shanti Krishna and actor Meera Jasmine doing entirely different roles. വേറെ ഒരു സ്ക്രിപ്റ്റ്, വേറെ സ്റ്റോറി. ആൻഡ് ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ അല്ല. ചേച്ചിയുടെ റോൾ എന്ന് പറയുന്നത് വേറെയാണ്. അതായത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഒരു കഥാപാത്രം. ഞങ്ങളെ രണ്ടുപേരെയും ബന്ധവും ആരും പ്രതീക്ഷിക്കാത്ത. ഇറ്റ്സ് എ ലവ്ലി റിലേഷൻഷിപ്പ്, ബട്ട് വ്യത്യസ്തതയുള്ളതാണ്. അതിൻ്റെ റൈറ്റർ ആശിഷ്, ക്രെഡിറ്റ് ഗോസ് ടു ആശിഷ്. ആശിഷ് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള പുതിയ റൈറ്ററാണ്. VKPയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് ആൻഡ് ഇപ്പോൾ റൈറ്ററായി. സോ ഈസ് വെരി ടാലൻറ്റഡ് ദ വേ ഹി ഹാസ് written the characters. And Chechi's performance different and outstanding. And she's do I say that she's little bit she's what, VKP, please throw some words. Basically the energy, high, lot of energy. the energy more than vibe and all this. An actor give and take energy is there. That's what makes the characters, individual characters and combo of characters good. ഞാൻ മാമിനെ പറ്റി കേട്ടേക്കുന്ന ഗ്ലിസറിൻ ഇല്ലാതെ കരയുന്ന അത് റോങ് ആണ്. ഞാൻ ഗ്ലിസറിൻ 1 കിലോ glycerin. പണ്ട് പോലെ ഗ്ലിസറിൻ ഒഴിച്ചു എന്റെ കണ്ണൊക്കെ ഒരു പരിവായിട്ടുണ്ട് ഇപ്പോ. ഇറ്റ്സ് ബീൻ എനിക്ക് ഗ്ലിസറിൻ ഇല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ബിക്കോസ് ആ ഒരു ഇമോഷൻസ് വരാൻ വേണ്ടി, കാരണം അല്ലെങ്കിൽ ഒരു ഡാൻസ് നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന പോലെ ഇറ്റ്സ് എ ഡിഫറെന്റ് കോൺസെപ്റ്റ് ഓൾ ടുഗെദർ. സോ ബട്ട് ഗ്ലിസറിൻ ഇല്ലാതെ ഇപ്പോ ഐ തിങ്ക് മേ ബി ഐ ക്യാൻ. അശ്വിൻ ചേട്ടാ, ഇവര് 3 പേരും ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോ നമ്മുടെ കഥയിലത്തെ നായകൻ എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണ്. അശ്വിൻ ചേട്ടാ, ഒരു കമന്റ്, ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ട്രെയിലറിന്റെ അടിയിൽ ഒരു കമന്റ് വന്നു. അശ്വിൻ ചേട്ടനെ പറ്റിയാണ്. പണ്ട് കസ്തൂരിമാൻ സ്വപ്ന കൂടെ ഒക്കെ TV-യിൽ ഇരുന്ന് കണ്ടുകൊണ്ട് ഇരുന്ന ചെക്കൻ ഇപ്പൊ മീര ജാസ്മിന്റെ നായകനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് ആ കമന്റ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് എന്റെ കണ്ണിൽ കണ്ടതാണ്. ആ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചോദിക്കുകയാണ്. പണ്ട് നമ്മൾ എത്രയോ ഫാൻ ആയിരുന്നു അല്ലെ ഒരു കാലത്ത്. എന്താ ഇപ്പൊ എന്നോടൊക്കെ ചോദിക്കും ആരെപ്പോലെ ആക്ട്രസ് ആണെന്ന്. മീര ജാസ്മി നമ്മുടെ എല്ലാവരും മനസ്സിൽ കമലയെടുത്തിയാണ്. ആ സ്വപ്നക്കൂടെ ആയാലും കസ്തൂരിമാൻ ആയാലും എക്കാലത്തും മീര ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. അപ്പം ആ ആളുടെ ഒരു നായകനായിട്ട് വരികയാണ് പാലും പഴത്തിലൂടെ. എന്ത് പറയുന്നു? സിനിമയിലൊക്കെ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ എക്സാമ്പിൾ ഒക്കെ വെക്കുമ്പോഴത്തേക്കും ഞാൻ പറയും, മീര ജാസ്മിനെ കണ്ടോ, ദേ സിനിമ നാഷണൽ അവാർഡ് കിട്ടി കണ്ട, എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തർക്കമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ഓപ്പോസിറ്റ് ആയിട്ട് അഭിനയിക്കുകയാണ്. അത് എനിക്ക്, ഞാൻ എപ്പോഴും അത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കേൾക്കുന്നു. എങ്ങനെ ഇതില് പാലാണോ പഴമാണോ? ഒബ്വിയസ്ലി പഴം. അതിനകത്ത് ഡൗട്ടില്ല. അത് സാറ് പറഞ്ഞ പോലെ പല പല ഇന്റർപ്രിട്ടേഷൻസ് പറയും. ഇപ്പൊ പഴം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പഴം യൂസ് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അങ്ങനെ പഴമാണെന്ന് പറയുന്നതുണ്ട്. അല്ലെങ്കിൽ ഈ പഴം ഭയങ്കര നമ്മളെന്താ പറയാ, അപ്പൊ അത് തന്നെയാണ് നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആ ഒരു ഫീലാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജും എല്ലാം അങ്ങനത്തെ രീതിയിലാണ് ചെയ്തത്. അപ്പൊ പിന്നെ മീര ചേച്ചി, ഈ ട്രെയിലറിൽ ഞാൻ കണ്ട മീര ചേച്ചിയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതും അതിൽ ആക്റ്റീവ് ആവുന്നതും. ഒരു കാലത്ത് പെട്ടെന്ന് മീര ചേച്ചി എവിടെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ബോൾഡായിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിലാണ് ഫസ്റ്റിലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയത്. എനിക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഏകദേശം കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ്ഡ് ആയതിനു ശേഷമാണ് ലേക്കമർ ആണ് ഓൺ ഇൻസ്റ്റാഗ്രാം ആപ്പ്. സോ അങ്ങനെ ഒരു വരവ് എന്തുകൊണ്ടായിരുന്നു പേഴ്സണൽ ലൈഫിൽ ചൂസ്? ആ സമയത്ത് ഞാൻ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പിന്നെ എക്സ്ട്രോവേർട്ടിന്റെ ഇൻട്രോവേർട്ടിന്റെ ഇടയ്ക്കുള്ള എന്ത് വേർട്ടാ, when I'm comfortable with people, എൻ്റെ ഒരു കംഫർട്ട് സേഫ് സോണിൽ എത്തുകയാണുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എക്സ്ട്രോവേർട്ടും, അല്ലാതെ വരുമ്പോൾ ഐ ബിക്കം എൻ ഇൻട്രോവേർട്ട്. ഐ ഗോ into my shell.
പക്ഷെ 1 point അപ്പോൾ എല്ലാവരും പറയും മീര വൈ ഡോണ്ട് യു സ്റ്റാർട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തു ദാറ്റ് ഓക്കെ നൗ ഐ എം മെൻ്റലി പ്രിപ്പയർഡ് ടു ഡു മൂവീസ് ആഫ്റ്റർ ദാറ്റ് ബ്രേക്ക്. അപ്പം ദെൻ ഐ വോണ്ടഡ്, അപ്പം കുറച്ച് പേര് സജസ്റ്റ് ചെയ്തു യു ഷുഡ് ലൈക്ക് സ്റ്റാർട്ട് ദിസ്. പക്ഷെ അപ്പോഴും ഞാൻ അങ്ങനെ വല്ലവരും പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ലൈഫിൽ. വേറൊരു വ്യക്തി പറഞ്ഞതുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരാളല്ല. എനിക്ക് അതിൻ്റെ ഒരു കൺവിക്ഷൻ തോന്നണം. അപ്പോൾ തന്നെ I thought okay fine, because if I don't start this, or ഇത് ഒരു നമ്മുടെ ഓൺ പ്ലാറ്റ്ഫോം ആണല്ലോ, ആളുകൾ മറ്റുള്ളവർ അവരവരുടേതായ നറേറ്റീവ് എഴുതും എന്നെപ്പറ്റി വേറൊരു വ്യക്തി എഴുതുന്നതിലും നല്ലതല്ലേ, ഓർ പറയുന്നതോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതോ നല്ലതല്ലേ. ഞാൻ എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം, എൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുക, that I am doing this, I am doing that. ഈവൻ ദോ ഞാൻ അത്ര ആക്റ്റീവ് അല്ലെങ്കിലും ചേച്ചിയെ പോലെ, ചേച്ചി ഭയങ്കര ആക്റ്റീവാ, ചേച്ചി ഭയങ്കര ക്യൂട്ടാ ഇൻസ്റ്റഗ്രാമില്. ചേച്ചിയുടെ അത്രയും ഞാൻ ആക്റ്റീവ് അല്ലെങ്കിലും മീഡിയമാണ് ഞാൻ അത്രയും ആക്റ്റീവ് അല്ലെങ്കിലും എനിക്ക് ഒരു മൂഡ് തോന്നുമ്പം ഐ എം ഏബിൾ ടു ഷെയർ മൈ പിക്ചേഴ്സ്, പോസിറ്റീവ്, ഗുഡ്, ഓർ മേ ബി ഷെയർ സം സ്റ്റോറീസ് വെനെവർ ഐ ഫീൽ ലൈക്ക് എനിക്ക് തോന്നുമ്പം. ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് നമ്മളെപ്പറ്റി എഴുതുന്നതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. 10 വർഷം അല്ലെ 15 വർഷം മുമ്പ് ഇതൊന്നും ഇല്ലാഞ്ഞപ്പം നമ്മളെപ്പറ്റി ആളുകൾ തോന്നുന്നൊക്കെ എഴുതുമായിരുന്നു. നമ്മുടെ ഒരു ഇതും ഇല്ലായിരുന്നു, കൺട്രോൾ ഇല്ലായിരുന്നു. നൗ ഐ എം ഏബിൾ ടു പുട്ട് ഔട്ട് മൈ പിക്ചേഴ്സ്, ഐ എം ഏബിൾ ടു എനിക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ ലൈക്ക് എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ എടുക്കാം. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്ച്വലി. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി പവർഫുൾ ഇഫ് ഇറ്റ് ഇസ് യൂസ്ഡ് പ്രോപ്പർലി. ലൈക്ക് അങ്ങനെയാണ് പാലും പഴം ഉണ്ടായത്. VKP മനസ്സിലായി മീര ജാസ്മിൻ ഒരു നടിയുണ്ട്, അപ്പൊ ചോദിച്ചു പോയി. അങ്ങനെയാണ് യുവർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പാലും പഴം. സത്യമാണ്. ഇപ്പം ചേച്ചിയോട് എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പം സത്യൻ അന്തിക്കാട് സാറ് മകളിലെ 2ാം വരവെന്ന് പറയുന്നത് മകൾ എന്ന മൂവിയിലൂടെയാണ്. അപ്പൊ സാറ് ഒരു ഇന്റർവ്യൂ പറയണത് ഞാൻ കേട്ടാണ്, ഇനി മീരയ്ക്ക് തുടരെ പടം ഉണ്ടാവും എന്ന സാറിന്റെ ഒരു വാക്ക് ഞാൻ ഒരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പം സെലക്റ്റീവായിട്ട് ചേച്ചി ബാക്ക് ടു ബാക്ക് മൂവീസ് ഉണ്ട്. അപ്പം സാറ് ആ പറഞ്ഞ വാക്ക് ചേച്ചിയോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ഇത്രയും പവർഫുൾ ആയിട്ട് തോന്നിയിരുന്നു ആ സെന്റൻസ് അല്ലെങ്കിൽ ആ വേർഡ്? എനിക്ക് തോന്നിയിരുന്നു നമ്മൾ സെലക്റ്റീവായിട്ട് ചെയ്യാൻ നല്ല ഒരു അങ്കിള് പറയുമായിരുന്നു. പിന്നെ ഞാനില്ല മോളെ കൂടുതൽ ഒരു വലിയ എക്സ്പെക്ടേഷനും കൊണ്ടൊന്നും ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഐ ജസ്റ്റ് അറ്റ് ദ സെയിം ടൈം ഒരു ജനറൽ പ്ലാൻ ഉണ്ട് എനിക്ക്. സോ ഐ തിങ്ക് ദെൻ വി വോണ്ട് ബി അപ്സെറ്റ് ഇൻ ലൈഫ്. സോ കയ്യിൽ കിട്ടുന്നത് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുക, ബി ഓപ്പൺ, അതായത് നല്ല കാര്യങ്ങൾ വരട്ടെ എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഇരിക്കുക. വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാം എന്നുള്ളൊരു അപ്പോഴും ഇതിന്റെ പ്രൊമോഷൻ വരുമ്പോ പിന്നെ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? സോ യാ VK പാലും പഴവും സ്റ്റാർട്ട്സ് വിത്ത് പാലും പഴവും. അങ്ങനെ ചോദിച്ച ചോദ്യത്തിന് നല്ല രീതിയിൽ വന്നാൽ നല്ലതായിട്ട് ചെയ്യാന്നുള്ള ഓപ്പൺ മൈൻഡ് സെറ്റോടു കൂടിയാണ്. So good things will happen when you have a good mindset, positive mindset. Good positive things will happen in life. ഈ പാലും പഴവും ഇതിന്റെ സ്ക്രിപ്റ്റ് സാറ് പറഞ്ഞപ്പോൾ എന്താണ് ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇത് അടിപൊളിയാണ് ആ ഒരു പോയിന്റ് നമുക്കൊരു ഒരു സ്പാർക്ക് കിട്ടൂലോ, എന്താണ് ഈ ഒരു മൂവിയിൽ തോന്നിയത് ചേച്ചി? എനിക്ക് ഇതിന്റെ ഒരു എന്റർടൈൻമെന്റ് ആ തോന്നിയത്. ഇതിന്റെ ആ കോമഡി, അതിന്റെ ഹ്യൂമർ, പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇതിന്റെ ആശയം വയസ്സിൽ കൂടിയ പെണ്ണും കുറഞ്ഞ ആണും തമ്മിലുള്ള ബന്ധം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. അതാരെയും പഠിപ്പിക്കാനോ അങ്ങനെ നമ്മൾ പ്രീച്ച് ചെയ്യുന്നൊന്നുമല്ല. ഇത് തമാശ രൂപത്തിൽ ആ ഒരു ആശയം വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അങ്ങനെയാണ് പാലും പഴം കിട്ടിയപ്പോ അതിന്റെ താഴെ ഇട്ടിട്ടുണ്ട് ഇതല്ല ഗൈസ്, അതിന്റെ താഴെ ഇതല്ല ഗൈസ്, ഇതല്ല ഓക്കെ ഗൈസ്, ഡബിൾ ഓക്കെ. ഇതിന്റെ അക്കോർഡിംഗ് ടു നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിന് ഇപ്പം അതിൽ തന്നെ പറയുന്നുണ്ട് വിവാഹപ്രായം ഇത്ര ആണോ, അല്ലെങ്കിൽ 26 വയസ്സ് വിവാഹപ്രായമാണോ? അതൊരു സൊസൈറ്റി കൊണ്ടുവന്നേക്കണ അല്ലെങ്കിൽ ഒരു കൾച്ചറാണ്. ഇപ്പം മാമിനോട് ചോദിക്കുവാണെങ്കിൽ ഒരു പെണ്ണ് എപ്പോഴാണ് കറക്റ്റ് സ്റ്റേജിൽ മാരേജ് ഏജ് എന്ന് പറയുന്നത്? ഒരിക്കലും ചാടരുത്.
അയ്യോ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോ അത് എടുത്തിട്ട് നീ അത് മാത്രം എടുത്ത് ശാന്തി കൃഷ്ണ പറഞ്ഞു കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ആക്കരുത് കേട്ടോ, ദയവേത് അങ്ങനെ ഒന്നും ആക്കരുത്. ഇഫ് യു ഗെറ്റ് ദ റൈറ്റ് പാർട്ട്ണർ ഇൻ ലൈഫ്, എ പേഴ്സൺ ഹു റെസ്പെക്ട് ഈച്ച് അതർ, അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം കഴിക്കണം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിന് അഗൻസ്റ്റ് അല്ല. ഞാൻ ചുമ്മാ ഏജ് ഡസന്റ് മാറ്റർ, അത് സത്യമാണ്. കാരണം എന്താ വെച്ചാല് നമ്മള് ഇപ്പോ അതൊരു ക്ലീഷേഡ് ആണ് മൈൻഡിൽ എല്ലാവരുടെയും പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെ തന്നെ. ഈവൻ നമ്മൾ അറിയാത്ത ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കാരണം ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ദേ കം ഔട്ട് സേയിങ് ദാറ്റ് ഞങ്ങൾക്ക് ഇത്ര പ്രായമുണ്ട്, നിങ്ങൾക്ക് ഇത്ര പ്രായമുണ്ട്. അപ്പോ എന്തിനാ നിക് ജോനസ്, പ്രിയങ്ക ചോപ്ര, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ആർ. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവരെ കുറിച്ച്. അവര് കല്യാണം കഴിഞ്ഞ വഴി അപ്പോഴും ആൾക്കാർ പറഞ്ഞു ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ലാസ്റ്റ്. ബട്ട് ടച്ച് വുഡ് അവർ അറ്റ്ലീസ്റ്റ് യു നോ ദേ ഹാവ് ആളുകൾക്കാണ് വിഷമം, അവർക്ക് വിഷമമൊന്നുമില്ല, അവര് ജീവിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഭാഗ്യമാണ് നല്ല ബന്ധം കിട്ടുക, നല്ല വിവാഹം നടക്കാന്നൊക്കെ ഒരു വ്യക്തിയുടെ ഒരു വലിയ ഭാഗ്യമാണ്. അതായത് എല്ലാവർക്കും എഴുതി വെച്ചുള്ളതല്ല എല്ലാം, നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നവർ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. എന്തിനാ ഇപ്പൊ രണ്ടും വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു, അതിൽ പെൺകുട്ടിക്ക് പ്രായം കൂടിയും പോയി, ആണിന് പ്രായം കുറഞ്ഞും പോയി, പക്ഷെ അവര് ഭയങ്കര വൈബാണ്, അങ്ങനല്ലേ നമ്മള് യൂത്താണ്, അങ്ങനെയാണ് പാലും പഴം ഉണ്ടായത്. പാലും പഴത്തിന് സ്മൂതി, അവര് തമ്മിൽ നല്ല വൈബാണ്, അവര് തമ്മിൽ നല്ല കണക്ഷൻ ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്തിനാ വിഷമിക്കുന്നേ? മറ്റുള്ളവരെന്തിനാ അതിൽ വിഷമിക്കുന്നത്? അവര് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുന്നു. ആക്ച്വലി അശോകൻ പറയുന്നുണ്ടല്ലോ അശ്വനോട്, നമ്മളൊക്കെ യൂത്ത് അല്ലേ, നല്ല വൈബല്ലേ. അല്ല ഇതുപോലെ തന്നെ ഇത്രയും നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക മാക്സിമം. നമ്മളാരെ ജഡ്ജ് ചെയ്യാൻ? നമ്മുടെ ഈ ജഡ്ജ് ചെയ്യുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നം. സോ വി ആർ നോട്ട് ഹിയർ ടു ജഡ്ജ് എനിവൺ, വി ആർ ഹിയർ ടു ലിവ് അവർ ഓൺ ലൈഫ്സ് as long as we don't hurt anyone or you know just ഈ പ്രേമ മൂവിയില് ഇങ്ങനെ ടീച്ചറിനെ സ്നേഹിക്കുന്ന സ്റ്റുഡന്റ് അങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വേറൊരു പ്രണയ സ്റ്റോറി പറയുന്നുണ്ട്. ഇപ്പം ഇതും വേറൊരു പാറ്റേണിലാണ് പാലും പഴവും. ഏജ് ഡിഫറൻസ് അതൊരു ഇതല്ലാന്ന് സാറ് കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏജ് ഡിഫറൻസിന്റെ കഥ പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു സിനിമ ഉണ്ടായിരുന്നു. അതായത് ഇറ്റ്സ് നോട്ട് അബൌട്ട് നോട്ട് പ്രേമം, അതിനു മുമ്പ് ചാമരം എന്നുള്ള സിനിമ, പ്രതാപ് പോത്തൻ ആൻഡ് സരീന. So that's so beautifully, see, നമ്മൾക്കൊക്കെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അതൊക്കെയാണ്. So how well beautifully they have done it, how beautifully they have told the story. So അത് വളരെ റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞ സ്റ്റോറി. പക്ഷെ ഇത് അതിന്റെ തന്നെ ഒരു വൈബ്രേഷൻ മൂഡാണ്. അതായത് കംപ്ലീറ്റ്ലി എനർജി, ഫുൾ ഓഫ് എനർജി, ഫുൾ ഓഫ് കൗണ്ടേഴ്സ്, ഫുൾ ഓഫ് എന്താ പറയാ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ ലവ് സ്റ്റോറി, ആ ട്രാക്ക് ഭയങ്കര രസമാണ്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻസും കാര്യങ്ങളും പറ, ഞങ്ങള് അത് കേൾക്കാൻ വേണ്ടിയത്. കാരണം മീര ചേച്ചിനെ പോലത്തെ ഒരു ആക്ടറിനൊപ്പം അഭിനയിക്കുമ്പോൾ എക്സ്പെഷ്യലി കുറെ എക്സ്പീരിയൻസും കുറെ ഇൻസിഡൻസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാമോ മീര ചേച്ചിയായിട്ട്? അല്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്റെ ചേട്ടനൊക്കെ എന്നെ വിളിച്ചിട്ട് എന്നെ പേടിപ്പിച്ചായിരുന്നു. എടാ ഞാൻ ഇന്നലെ കസ്തൂരിമ അവരെല്ലാരും ചേട്ടൻ മമ്മിയും പപ്പയൊക്കെ അവിടെ ഖത്തറിൽ പോയിട്ട് ഇപ്പൊ അവരെല്ലാരും അവിടെ നിന്ന് കസ്തൂരിമാൻ കണ്ടിട്ട് നാളെ ജോണി അഭിനയിക്കാൻ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരതാ. അപ്പൊ ജോണി അപ്പൊ അറിയാതെ പറഞ്ഞു പോയതാണേ. അതെ, ഇനി ജോണി എന്നെ വീഡിയോ കോൾ ഒക്കെ ചെയ്ത് എന്നെ പേടിപ്പിച്ചിട്ടാ വിട്ടേടാ അഭിനയിക്കാൻ പോകുന്ന ആരുടെ കൂടെ. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ നല്ല കണക്ഷനായി. എനിക്ക് തോന്നുന്നു ഒരു 1-2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് നമ്മള് വീട്ടില് കണ്ണാടിയിൽ നോക്കി നമുക്ക് അഭിനയിക്കുമ്പോ നമുക്ക് പേടി ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. എന്റെ അശ്വിൻ വല്ല കാര്യമുണ്ടോ ഇങ്ങനെ പറഞ്ഞ് സ്വയം ഇല്ല, പേടി ഇല്ല. കണ്ണാടി നോക്കുമ്പോ നമുക്ക് അല്ലേ നിൽക്കുമ്പോ എങ്ങനെ അപ്പൊ ആ ഒരു റിഫ്ലക്ഷൻ മീര ചേച്ചിയുടെ അടുത്ത് കിട്ടിയെന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് ആ ഒരു ഭയങ്കര ധൈര്യത്തോടെ അഭിനയിക്കാൻ പറ്റും. അടിപൊളിയായിട്ട്. But we become like good friends. ഏത് സ്കൂളിൽ പോകുന്നതിനെ പിടിച്ചോണ്ട് വന്നേക്കുന്നേ ചേച്ചിയുടെ ഏത് സ്കൂളിൽ?
ഏത് നീ ഏത് സ്കൂളിൽ നിന്നാ പിടിച്ചോണ്ട് വന്നേന്ന്? എല്ലാ കുഞ്ഞു പഠിക്കാൻ അല്ല, സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ വീട്ടിൽ പറയുമ്പം നമ്മുടെ എല്ലാവരും പേരൻസ് ചോദിക്കുന്നത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിങ് ആണ്. അപ്പൊ ഈ ഒരു മൂവിയിലൂടെ ആ ക്വസ്റ്റ്യനിങ് നിർത്താൻ പറ്റും അല്ലെങ്കിൽ സ്റ്റോപ്പ് ആക്കാൻ പറ്റും? അവർക്ക് കൊള്ളാം. അത്രേ ഉള്ളൂ. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സൊസൈറ്റി നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് അവര് അതിനു വേണ്ടി ഒന്നും അല്ല, പക്ഷെ വേറെ കാര്യം, nothing, no cinema is done for this is what you should follow. ഓക്കെ. അങ്ങനെയല്ലല്ലോ നമ്മുടെ സിനിമ ചെയ്യുന്നത്. നമ്മുടെ സിനിമ ചെയ്യുന്നത് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ, ക്യാരക്ടേഴ്സ്, പ്ലക്ക് ദ ക്യാരക്ടേഴ്സ്. അതിന് നല്ലത് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോളൂ അല്ലേ? ഇറ്റ്സ് നോട്ട് ഫോർ ദാറ്റ്. should be an influence to people. It's an entertainment form. പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇല്ല എന്ന് പറയുന്നില്ല. It's an influence, it's an entertainment form. ഓക്കെ. ആൻഡ് മീര ചേച്ചി ദ ഡയറക്ടർ ആക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണോ അല്ലയോ? ഐ ആം എ ഡയറക്ടേഴ്സ് ആക്ടർ. ലൈക്ക് ക്ലേ ആണെങ്കിൽ ഡയറക്ടർ പറയുന്ന അനുസരിച്ചുള്ളൂ. ഡയറക്ടർ എനിക്ക് കറക്റ്റ് ഡയറക്ഷൻ തന്നില്ലേ ആകെ പ്രശ്നം എന്റെ കാര്യം. ബിക്കോസ് ഐ വിൽ ബി ക്ലൂലെസ്. ഐ എം ബീങ് വെരി ഓണസ്റ്റ്. Okay. I mean that's true. Director right direction than we both are like that. So ഞങ്ങൾ അവിടെ നിൽക്കും. പിന്നെ ചേച്ചി സ്ക്രിപ്റ്റ് തന്നാവണം, ക്യാരക്ടർ നമ്മുടെ ഡീപ്പായിട്ട് നമ്മളെ ഉള്ളിലോട്ട് ചെല്ലുന്ന കഥാപാത്രം നമ്മൾക്ക് ആ ഒരു കണക്ട് വരണം. അത് വന്നതിന് ശേഷം ഡയറക്ടർ നമ്മളെ ഡയറക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും, നമുക്ക് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. ലൈക്ക് എങ്ങനെയാ പെർഫോം ചെയ്യുന്നത്. ഐ ക്വസ്റ്റ്യൻ എ ലോട്ട്. ഒരു സീൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്താ അതൊരു കൺവിൻസിങ് ആയിരിക്കണം. 100 ആണ് ചോദിക്കുക, 100 ആണ് മാർക്ക്. ഉത്തരം പറഞ്ഞു രണ്ടുപേരും അല്ല, നമുക്കത് കൺവിൻസിങ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ അത് അഭിനയിച്ചിട്ട് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ. സീ ദ പേഴ്സൺ എനിത്തിങ്. ഇനി നമ്മൾ സ്റ്റേജിലാണെങ്കിലും ഈവൻ ഇൻ മൂവീസ്, എസ്പെഷ്യലി മൂവീസ്, കാരണം ഇത്രയും വലിയ സ്ക്രീനിൽ നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്കത് സ്വയം കൺവിൻസിങ് അല്ലെങ്കിൽ നമുക്കത് മുഖത്ത് വരില്ല. അത് നമ്മുടെ മുഖത്ത് വന്നില്ലെങ്കിൽ ആ ക്യാരക്ടർ എങ്ങനെ കൺവിൻസ് ചെയ്ത്, ഹൗ വിൽ ദ ഓഡിയൻസ് ബി കൺവിൻസ്ഡ് വിത്ത് ദാറ്റ് ക്യാരക്ടർ? ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് ആ ക്യാരക്ടറിനോട് വേണമെങ്കിൽ അതുകൊണ്ട് എന്റെ പണ്ട് when I was a novice, പുതിയതായിട്ട് വന്ന സമയത്തും ഇത്രയൊന്നും നമുക്ക് അറിയില്ല. ഡയറക്ടർ എന്ത് പറയും, ഇങ്ങനെ എക്സ്പ്രഷൻ ചിരിക്കൂ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യും. പക്ഷെ ഇപ്പൊ അതല്ല, നമ്മുടെ ലൈഫിന്റെ എക്സ്പീരിയൻസസ് കാരണം കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കി. We want to know why that question. അത് കൺവിൻസിങ് അല്ലെങ്കിൽ ഇതെങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുമോ, എനിക്കത് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് കൺവിൻസിങ് ടു മീ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. പെർഫോമൻസ് ഫേക്ക് ആയി മാറും, നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചിയുടെ ഫസ്റ്റ് മൂവി സൂത്രധാരൻ എടുത്ത് നോക്കും, അതിൽ ബിന്ദു ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു, അത് ഫസ്റ്റ് മൂവിയാണ്, പക്ഷെ ബിന്ദു ചേച്ചി പറഞ്ഞ ആദ്യമായിട്ടാണ് ആ കുട്ടി അഭിനയിക്കണമെന്ന് പോലും തോന്നാത്ത രീതിയിലായിരുന്നു. അപ്പൊ ലോഹിതദാസ് സാറ് ഇതുപോലെ തന്നെ എങ്ങനെയായിരുന്നു ആ ഒരു ജേർണിയും കാര്യങ്ങളും? ഫസ്റ്റ് മൂവി ഡയറക്ടറിന്റെ ഇപ്പൊ ഡയറക്ടർ ആക്ടറാന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിൽ ഒരു കുറച്ച് ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ എങ്ങനെയായിരുന്നു ആ നിങ്ങളുടെ കോൺവെർസേഷനും കാര്യങ്ങളും? ഫസ്റ്റ് ഓഫ് ഓൾ ആക്ട്രസ് ആവണമെന്നോ ഒന്നും വിചാരിച്ചിട്ട് വന്നതല്ല, യാദൃശികമായിട്ട് നടന്ന ഒരു സംഭവം എൻ്റെ ലൈഫിൽ. അപ്പം അത് ഡെസ്റ്റിനി സംഭവിച്ചതാ. പിന്നെ വൺസ് സിനിമയിൽ സെലക്റ്റഡ് ആയപ്പോഴത്തേക്കും എനിക്കറിയത്തില്ല സിനിമയിൽ എങ്ങനെയാ ആക്ഷൻ പറയുമ്പോൾ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. ഐ മീൻ ലൈക്ക് എനി അതർ ന്യൂ കമ്മർ ഓഫ് കോഴ്സ്. പക്ഷെ എനിക്ക് സ്റ്റേജിലൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ആകെ ഞാൻ ചെയ്തത് ടാബ്ലോ, മദർ മേരി ആയിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുക. മദർ മേരി ആയിട്ട് അനങ്ങാതിരിക്കാൻ എളുപ്പമല്ലേ, മേക്കപ്പ് ഒക്കെ ഇട്ട് വെറുതെ ഇരുന്നാൽ. ഐ വാസ് മദർ മേരി ഇൻ ദ സ്കൂൾ. പിന്നെ ഓൺലി തിങ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് പ്രൈസ് കിട്ടിയത് വെജിറ്റബിൾ കാർവിംഗ് ആണ്. ലൈക്ക് വെജിറ്റബിൾസ് വെച്ചിട്ട് കാർവ് ചെയ്ത് അതിന് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി ഒരിക്കല്. പിന്നെ ഞാൻ സ്കൂളിൽ ട്രൈ ചെയ്തിട്ടുള്ളത് പാട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്, പാട്ട് പാടി, പക്ഷെ എനിക്ക് ഒരു പ്രൈസും കിട്ടിയിട്ടില്ല. സോ പിന്നെ ഡാൻസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ട്, അങ്ങനെ ഒരു പ്രൈസ് ഒന്നും ചെയ്തില്ല. സോ ഐ വാസ് നെവർ ലൈക്ക് എ പെർഫോമർ ഇൻ ദ സ്കൂൾ, ബട്ട് മേ ബി ഓൺ ദ സ്റ്റേജ് ഇത് പ്രൈസ് കിട്ടാൻ അങ്ങനത്തെ ഒന്നും എനിക്ക് കഴിവില്ലായിരുന്നു. പക്ഷെ ഡാൻസ് ചെയ്യുമായിരുന്നു, ആരും കാണാതെ അല്ല, ഫ്രണ്ട്സിനോടൊപ്പം. പ്രൈസിന് വേണ്ടിയിട്ടല്ല, ലൈക്ക് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു, നോട്ട് ഫോർ കോമ്പറ്റീഷൻ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ആൾക്ക് അങ്ങനെ മൂവീസിൽ ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേക്കും ഐ വാസ് നെർവസ് ആൻഡ് എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ മദറാ പറഞ്ഞത്, മോൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ മമ്മി ഇങ്ങനെ ആദ്യം ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മമ്മി എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെന്താ മോള് ധൈര്യത്തോടു കൂടി പോയി ചെയ്യണം, നമുക്ക് മിടുക്കിയായിട്ട് പോയി ചെയ്യണം. മമ്മി എനിക്ക് പറ്റുമോ മമ്മി എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. സോ മൈ മദർ ഷീ വാസ് ലൈക്ക്
അപ്പോഴും മമ്മി ഇതിന് അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ കാലഘട്ടത്തിലും മമ്മിയുടെ ഒരു ഏജിനും. സോ ഷീ സപ്പോർട്ടഡ് മീ അലോട്ട്. പക്ഷേ എങ്കിലും എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു, നെർവസ് ആയിരുന്നു. സോ സൂത്രധാരൻ്റെ സെറ്റിൽ ഐ വാസ് വെരി നെർവസ്, ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഒത്തോ എന്നിങ്ങനെ ചോദിക്കുന്നത്, എന്നെ എല്ലാരും കളിയാക്കായിരുന്നു ഒത്തോന്ന്. ബിക്കോസ് തിരുവല്ല ആ ഭാഗത്തെ ഭാഷയിൽ എല്ലാവരും എന്തൊരു ചിരിയായിരുന്നു എന്നറിയാം. സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി അതായിരിക്കണം ദാറ്റ് എന്നെ പെട്ടെന്ന് മോൾഡ് ചെയ്യാൻ എളുപ്പമായിരുന്നായിരിക്കണം. ബിക്കോസ് എനിക്ക് അങ്ങനെ കണ്ടീഷൻഡ് അല്ലായിരുന്നു. പിന്നെ ഇതെല്ലാം സംഭവിച്ചു, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ദൈവാനുഗ്രഹം കൊണ്ട്. ശാന്തി മാം, ശാന്തി മാമിന്റെയും ഇതുപോലെ തന്നെ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസും എന്താ പറയാ എല്ലാ ലാംഗ്വേജസിലും അല്ലെ, അത്യാവശ്യം എല്ലാ ലാംഗ്വേജസിൽ തന്നെ ആക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പോഴും എങ്ങനെയാണ് മാമിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സെലക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അങ്ങനെ സെലക്ഷൻ പറയാൻ എനിക്ക് അറിയില്ല. എന്ന് വെച്ചാല് പണ്ട് ഓഫ്കോഴ്സ് ഞാൻ ഭരതേട്ടനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് തൊട്ട് എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് സെലക്ട്, അതായത് എന്നെ സെലക്ട് ചെയ്യുന്നതാണ് അവര്. അപ്പൊ അതുപോലത്തെ റോൾസ് ആയിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. സോ ദർ വാസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഈ റോൾ കൊള്ളാം എനിക്ക് ചെയ്താൽ ഇങ്ങനെ, അങ്ങനെയൊന്നും. ഇപ്പൊ മീര പറഞ്ഞ പോലെ തന്നെയാണ് എന്റെയും. ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ് ഈ എൻട്രി ഇൻ ടു ഫിലിംസ്, അത് ജസ്റ്റ് ഹാപ്പൻ. അപ്പോൾ അങ്ങനെ അവര് സെലക്ട് ചെയ്ത്, അപ്പൊ അതുപോലെ തന്നെയാണ് പടങ്ങളിൽ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്നും ഓൺലി മേ ബി പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. അങ്ങനെയൊന്നുമില്ല, പഴം എടുക്ക്. VKPക്ക് പണി കിട്ടി. ഞാൻ അവിടുന്ന് വരെ കൊണ്ടുവന്നത്. പഴം എടുക്കണേ, നല്ല ചൂടുണ്ട്, പയ്യെ കുടിച്ചാ മതി. പഴം അയ്യോ നല്ല ചൂടാ. പ്ലാൻ ചെയ്ത് വന്നോ അല്ലേ? അല്ല, ഞാനിവിടെ പഴവും പാലും റെഡിയാക്കി വെച്ചേക്കും. ഇങ്ങനെ പിടിച്ചാ മതി. അത് എനിക്കില്ലേ ഗ്ലാസ്? ഇല്ല ഇല്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളു, കുറെ കുടിച്ചതല്ലേ, അതുകൊണ്ട് ഇപ്പൊ തരത്തില്ല. വേണമെങ്കിൽ ഒരു പഴം എടുത്തോ. എനിക്ക് വേണ്ട. ഇത് പിടിക്കേ പിടിക്കേ, ഇത് പിടിക്ക്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഞാനില്ലേ ചേച്ചിയുടെ മറ്റേ കസ്തൂരിമാൻ തൊട്ട് ചേച്ചിയുടെ കട്ട ഫാനായിരുന്നു. ഞാൻ ചേച്ചിനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ പ്ലീസ്. പിന്നെ സെക്കൻഡ് ഇങ്ങനെ വെച്ചിട്ട് തട്ടണ്ടാ. പയ്യ അങ്ങോട്ടേക്ക് പോക്കോ, കെട്ടിപ്പിടിച്ചില്ലേ? ഇല്ല, ഒരു ഫോട്ടോ എടുക്കോ ചേട്ടാ. ഇപ്പൊ ഞാൻ എന്താ പഴമായി. ഇതാണ് ഇപ്പോഴാണ് കറക്റ്റ്. ഇതും കൂടെ വെച്ചോ അതില്. ഇപ്പൊ പഴമായി. ഞാൻ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ പഴം ആവുന്നു. അതെ, ചേച്ചിക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാസിംഗ് പാർസൽ പോലെ പാടട്ടെ. ചേച്ചി കേക്ക്. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ മിര ചേച്ചി. താങ്ക് യു സോ ഞാൻ പോവാണേ. ബൈ ബൈ. മച്ച്. കുടിക്കണേ കുടിക്കണേ. പാലും പഴം. ഒരു സിപ്പ് എടുക്കാം. ഞാൻ പാസിംഗ് പാർസൽ പോലെ. കേട്ടില്ലായിരുന്നു. വീണ്ടും നല്ല ക്ലിയർ. എല്ലാവരും ഓഗസ്റ്റ് 23 പാലും പഴവും അതിനു വേണ്ടി മാത്രല്ല പഴമായിട്ടിരിക്കുന്നുള്ളൂ. ഇപ്പൊ നല്ല സെറ്റ് ആയിക്കോട്ടെ. അങ്ങനെയാണ് പാലും പഴം ഉണ്ടായിരുന്നത്. അതെ, അങ്ങനെയാണ് പാലും പഴവും. കണ്ടോ, ഞങ്ങൾ പാലും പഴമൊക്കെ തന്നില്ലേ? ചേരാത്ത ഇത് കൊള്ളാട്ടോ, ചൂടുണ്ട്. നല്ല ചേരാത്ത സാധനങ്ങൾ ഒന്നിപ്പിക്കലാണല്ലോ ഈ പടം. അപ്പൊ അതുകൊണ്ടാ. താങ്ക് യു മോളെ. അത് പെട്ടെന്ന് ഞാൻ ഞണ്ടുകൾ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്താണ് എക്സ്പ്രഷൻ, പാലും പഴവും എന്നൊക്കെ. അതാ എക്സ്പ്രഷൻ എന്നെ മാറിപ്പോയി. ഞാൻ സാറിന് വല്ല റിംഗ് ടൂൺ ഇനി അതാക്കിയോന്ന് ഓർത്തു. റിംഗ് ടോണും തൊട്ട് കളിയില്ല. ഇല്ല, അതൊന്നും ഇല്ല. തിയേറ്ററിൽ പോയി കാണുക അല്ല, അത്രേ ഉള്ളൂ. ഓക്കെ മാം കണ്ടിന്യൂ. I was just talking about this. അതായത് അതെ, അതായത് അന്ന് തൊട്ട് എനിക്ക് ഇങ്ങോട്ട് വന്ന റോൾസ് ആണ്. ദാറ്റ് വേ ഐ വാസ് ബ്ലെസ്ഡ്. കാരണം എല്ലാ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരുന്നു 80s ഞാൻ വന്നപ്പോ ഞാൻ ചെയ്തത്. നിദ്രയും, ഇതിനങ്ങളുടെ കഥ, ചില്ല്, കിലുകിലുക്കം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് ഇതാ അവിടെ പാല് സൈഡിൽ നിന്ന് കുടിക്കുന്നുണ്ട്. ഒരാളവിടെ പാല് അടിച്ചോണ്ടിരിക്കുകയാണ്. അത് ഇടയ്ക്ക് പ്രൊമോഷൻ ആയതുകൊണ്ട് പാലും വേണ്ടത് കാണിച്ചോണ്ടിരിക്കും. സംസാരിക്കുമ്പോ അത് അതെ അതെ അല്ല, വേറെ പടത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ല, ആക്ച്വലി
ഞങ്ങൾ വിട്ടുവിട്ടിട്ടാണ്. അതെ. ചേച്ചി നോ ബേസിക്കലി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഒന്നും പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് പറയാം. ഇപ്പൊ നയം വ്യക്തമാക്കുന്നു വന്നതും ഇങ്ങോട്ട് വന്നതാണ്. അപ്പോ ദാറ്റ് ക്യാരക്ടറൊക്കെ നമ്മൾ ഒരിക്കലും എനിക്ക് വേണ്ട എനിക്ക് അത് ശരിയല്ല എന്ന് ആരും പറയില്ല. അതുപോലത്തെ ക്യാരക്ടേഴ്സ്. അത് കഴിഞ്ഞ് വിഷ്ണു ലോകം വന്നു, എന്നും നന്മകൾ വന്നു. ഇതിൽ ഏത് ക്യാരക്ടറാണെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഇത് എനിക്കിപ്പോ ചെയ്താൽ ശരിയാവില്ല എന്നൊരു ചോദ്യം ഇല്ല അവിടെ. അത് എന്നെ ഏത് ഡയറക്ടർ അപ്രോച്ച് ചെയ്യുമ്പോഴും ശാന്തികൃഷ്ണയ്ക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ ആണെന്ന ലൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ ഇത്രയും നിയർലി മോർ ദാൻ 20 years ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞണ്ടുകളുടെ നാട്ടിൽ നിന്ന് അതെ. അപ്പോ ഞണ്ടുകൾ വന്നപ്പോ ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്. ഞാൻ ഇല്ലാന്ന് തന്നെ പറയായിരുന്നു. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് പിന്നെ കേൾക്കുമ്പോ അഗെയിൻ ആർക്കാണ് അത് നോ എന്ന് പറയുന്നത്. സോ ദാറ്റ് വേ എനിക്ക് ആ രീതിയിൽ ഐ എം ഹാപ്പി ദാറ്റ് എനിക്ക് ഐ വാസ് ബ്ലെസ്ഡ്. അങ്ങനെ നല്ല സ്ക്രിപ്റ്റ് ആണ് എനിക്ക് വന്നിട്ടുള്ളത് ഇതേവരെ. സോ എനിക്ക് അങ്ങോട്ട് ഒരു സെലക്ഷൻ പറയാനില്ല. ബട്ട് ഇനി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ വെറും അമ്മ ക്യാരക്ടേഴ്സ് മാത്രം തരല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയി മാറുമ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സ് ദർ ആർ സോ മെനി ക്യാരക്ടേഴ്സ്. ആണുങ്ങൾക്ക് കൊടുക്കുന്നത് പോലത്തെ ഉള്ള വെറൈറ്റി അല്ല ഞങ്ങളെ പോലെ ആക്ടേഴ്സിന് തരുന്നത്. സോ നമ്മൾ വീഡ് ഓൾസോ ലൈക്ക് ടു എക്സ്പെരിമെന്റ്. ഇനിയിപ്പോ നമ്മൾ പ്രൂവ് ചെയ്യാനൊന്നുമില്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഐ ജസ്റ്റ് ഫീൽ ഇനി കിട്ടുന്ന ഞാൻ അങ്ങനെ നോക്കുന്നത് സ്ക്രീൻ സ്പേസ് അല്ല, അറ്റ്ലീസ്റ്റ് നമ്മള് തിയേറ്ററിൽ നിന്ന് പുറത്ത് ആൾക്കാർ ഇറങ്ങുമ്പോൾ ആ പടത്തിൽ ശാന്തികൃഷ്ണൻ ചെയ്ത ക്യാരക്ടർ ഓർക്കുക, അത്രയും മതി. ഈവൻ ഇഫ് ഇറ്റ് ഇസ് 2 scenes. അരവിന്ദന്റെ അതിഥികൾ വാസ് ലൈക്ക് ദാറ്റ് ബേസിക്കലി. അതിൽ ആകെ ലാസ്റ്റിലാണ് 2-3 സീനിലാണ് ഞാൻ വരുന്നത്. പക്ഷെ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറയുമ്പോൾ ഞാനും വിനീതുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആൾക്കാർ ഓർക്കുന്നത്. സോ സംതിങ് ലൈക്ക് ദാറ്റ്, അത്രേ ഉള്ളൂ. മീര ചേച്ചിനെ എടുത്ത് നോക്കാം. മീര ചേച്ചി ലൈക്ക് പാലും പഴവും അത് പറയാതെ മീര ചേച്ചി എല്ലാ ആക്ടേഴ്സ് നമ്മുടെ ആ ലൈനപ്പ് നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിന്റെ ഒപ്പം അഭിനയിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പൊ രാജേട്ടനായിക്കോട്ടെ, ചാക്കോച്ചനായിക്കോട്ടെ, ലാലേട്ടനായിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ. സുരേഷ് ഗോപി ഇപ്പൊ മാത്രമില്ല, വരുന്നുണ്ട്. നെക്സ്റ്റ് സുരേഷേട്ടന്റെ കുറേ പ്രോജക്ട്സ് വന്നിട്ടുണ്ട്, പക്ഷെ എന്തോ നടന്നിട്ടില്ല. ബട്ട് ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് ഹിം. ഐ ഡോണ്ട് നോ. ഓക്കേ, നടക്കട്ടെ. അപ്പം എല്ലാ ആക്ടേഴ്സിന്റെ ഒപ്പം ആക്ട് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ട് സ്ക്രീൻ സ്പേസിൽ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ട് തോന്നിയ വ്യക്തി ആരാണ്? അങ്ങനെയില്ല, എല്ലാവരും എല്ലാരും ഏറ്റവും സീരിയസ് ആണെന്ന് വിചാരിച്ച വ്യക്തിയാണ് മമ്മൂക്ക. ബട്ട് ഹി വാസ് വെരി സ്വീറ്റ്. ഹി വാസ് എ സ്വീറ്റ് ഹാർട്ട്. മറ്റേ ഒരേ കടൽ അതും അത്ര ഡീപ്പ് ആൻഡ് ഇന്റൻസ് ആയിട്ടുള്ള റോള് ചെയ്യാൻ ഇല്ല. അതിനകത്ത് മമ്മൂക്കയുടെ നെഞ്ചിൽ കടിക്കുന്ന ഒരു അയ്യോ, അതൊക്കെ ഭയങ്കര ഒരു സീനുണ്ട്. അപ്പൊ അത് ആ ഒരു ഭാഗ്യം അങ്ങനെയും എനിക്ക് തോന്നുന്നു മമ്മൂക്കേനെ അങ്ങനത്തെ ഒരു വേഷത്തിലും ഒരു അവാർഡ് മമ്മൂക്ക എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലായിരുന്നു ആ ഫംഗ്ഷന്. മമ്മൂക്ക സ്റ്റേജിൽ കയറി റിസീവ് ചെയ്തെന്ന് ശ്യാം സാർ എന്റെ അടുത്ത് പറഞ്ഞത്. That was, I think, anyway, I don't want to mention the channel, but മമ്മൂക്ക, ഞാനപ്പോൾ അവിടെ ഇല്ലായിരുന്നു. മമ്മൂക്ക അത്ര വളരെ നല്ലൊരു ഇത്രയും സീനിയർ ആക്ടർ. He did that and he didn't have to do that, but he did that. Okay. So എല്ലാരും നല്ലതാണ്, എല്ലാവരോടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ എന്ന് പറയുന്നത് പൃഥ്വിരാജ് മീര ജാസ്മിൻ കോംബോ ആണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെനിക്ക് സ്വപ്നം കൂടെ അത്ര ഇഷ്ടമുള്ള പടം ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ആ ഒരു എനർജറ്റിക്, ആ ഒരു വൈബ്രന്റ് ഒക്കെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുന്നേ എടുത്ത ചേച്ചിയുടെ ഇന്റർവ്യൂസിന്റെ അടിയിലൊക്കെ ഒരുമാതിരിപ്പെട്ട കമന്റ്സ് അല്ല പൃഥ്വിരാജ് മീര ജാസ്മിൻ കോംബോ എപ്പോ വരും, എന്ന് വരും എന്ന രീതിയിലാണ്. ആ ഒരു മൂവി അങ്ങനത്തെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള രാജുവേട്ടനെയും മീര ചേച്ചിനെയും ഇനി ഞങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ മൂവി ഡിസ്കഷനിലുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് എല്ലാവരുടെയും ആക്ട് ചെയ്യണമെന്നുണ്ട്. നമ്മളതിനെ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. സോ ഐ ഹോപ്പ് പൃഥ്വിയായിട്ട് നല്ല മൂവി ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റും ടീമും എല്ലാം വരുവാണ്. നന്നായി വരട്ടെ, അങ്ങനെ വരട്ടെ. അതെ. ഇപ്പൊ സ്വപ്ന കൂടെ എടുത്ത് നോക്കുമ്പം അതിലിപ്പോ രാജുവേട്ടൻ വേറെ ഒരു തലത്തിലിപ്പായി. ഇപ്പൊ ചാക്കോച്ചനായാലും എന്താ ചോക്ലേറ്റ് ബോയ്, ചാക്കോച്ചനായാലും ചോക്ലേറ്റ് ബോയ് എന്ന ടൈറ്റിൽ മാറിയിട്ട് ഇപ്പൊ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ഇപ്പം ജയസൂര്യ ചേട്ടനായാലും ഇപ്പൊ കത്തനാറിന് വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു. ഭാവന ചേച്ചി ആയാലും ഒരുപാട് ഇൻഡസ്ട്രിയിൽ മാറി മാറി ഫിലിംസ് ചെയ്യുന്നു. ഇപ്പൊ ചേച്ചിയും ഇപ്പൊ ഇതിൽ ഏറ്റവും കണക്ഷൻ ആരായിട്ടാണ് ആ ഒരു ഗ്യാങ് വെച്ച് നോക്കുമ്പോ? ഐ തിങ്ക് എല്ലാവരുമായിട്ടുണ്ട്.
സോ ഒരുപാട് ഇതുണ്ട്. ഞാൻ ചാക്കോച്ചനുമായിട്ടൊക്കെ, ചാക്കോച്ചൻ്റെ ഫാദർ മരിക്കുന്ന സമയത്തൊക്കെ നല്ല ഞങ്ങൾ വീട്ടിൽ പോയി, മരിക്കുന്നതിന് മുമ്പാണെങ്കിലും ആ ബന്ധമുണ്ട്. ഒരിക്കലും ഞാനത് മറക്കത്തില്ല. അവരുടെ വീട്ടിൽ പോയി ഒരുപാട് തവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പൃഥ്വിയായിട്ടാണേലും നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. ആൻഡ് ഓൾവേസ് വിൽ ബി ഇൻ മൈ മൈൻഡ് ആൻഡ് ഓൾവേസ്. ജയസൂര്യ ഓൾസോ എന്ത് ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ വരും. ജയസൂര്യയുടെ വൈഫാണേലും ആൻഡ് ഭാവന ഓൾസോ. സോ എല്ലാവരെയും അവരവരുടേതായ രീതിയിൽ എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചാൽ അപ്പോഴത്തേക്കും എന്നെ വിഷ് ചെയ്യും ജയസൂര്യാസ് വൈഫ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് പാലും പഴവും തിയേറ്ററിൽ കാണാനായിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ആ ഒരു ക്യൂട്ട്നെസ്സും ആ ഒരു ട്രാക്കൊക്കെ കാണാനായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അങ്ങനെ August 23rd പാലും പഴവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു. താങ്ക് യു.